മെമ്പർ എത്തി. ഇനി ഇതങ്ങ് കൊഴുക്കും. വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. എന്താണോ പ്രശ്നം? വേലായുധം മീൻ വെക്കുന്നത് തടഞ്ഞ 100-300 റുപ്യന്റെ മീനാ ചെറിയ പേരെ ആ കൊട്ടയില്. അത് വിൽക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഹോട്ടലിൽ ഒരു ബോർഡ് എഴുതിച്ചത് വെക്കാൻ സമ്മതിച്ചില്ല. അതിന്റെ ന്യായം ചോദിച്ചു ചെന്നതിനാ കുഞ്ഞാമൊരു ടീ താങ്ങ്. ഓനെ അങ്ങനെ വിട്ടാ പറ്റൂല. നിങ്ങളെന്നൊരു വൈ പറയും മെമ്പറെ. അത് എന്തിനാ ഇപ്പൊ മെമ്പർ തന്റെ ചായക്കടയിൽ നിന്ന് ഒരു പടല പഴം എടുത്തപ്പോ താൻ എന്താ പറഞ്ഞേ? കാശ് വെച്ചിട്ട് പോവാൻ അനുഭവിച്ചോ? അല്ലെങ്കിൽ മെമ്പർ പറഞ്ഞ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഊരും പേരും ഇല്ലാത്ത അവൻ പറഞ്ഞ കൈയും കെട്ടിന്ന് കേട്ടോളൂ. നിങ്ങളൊക്കെ തന്നെ അവനെ വഷളാക്കിയത്. അവൻ പറയുമ്പോ നിങ്ങൾ എന്തിനാ അനുസരിക്കുന്നത്? ആ കമ്പെടുത്ത് കളഞ്ഞ് മീൻ വെക്കാൻ നോക്കൂ. അതിൽ നിന്ന് ഒറ്റ മീനെടുത്ത് വിറ്റ് തന്നെ തലക്കടിച്ച് കൊല്ലെന്ന് പറഞ്ഞാൽ പോയത്. പുതുശ്ശേരി ചെറിയ നമ്പ്യാരല്ലോടോ പറഞ്ഞത് കമ്പെടുത്ത് കളഞ്ഞ് മീൻ വെക്കാൻ. എന്നാ കീര എന്നാ എടുത്തങ്ങോട്ട് കള. എടുത്ത് കളഞ്ഞേക്കട്ടെ. എടുത്ത് കളകേരിയെ ഞങ്ങളൊക്കെ കൂടെ ചെല്ലു കീരിയെ ഇന്ന് രണ്ടിലൊന്നറിയണം. വേലായുധന്റെ പതാക എടുത്തു കളഞ്ഞാ എന്താ ഉണ്ടാവുക നോക്കാലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. എന്താ ഈ കുണ്ടായിസ നിന്നോട് ഈ മുണ്ടിങ്ങനെ കയറ്റി കുത്തരുന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്കിനി ടൗസർ മതി. അങ്ങനെ കീരിക്ക് കൊണ്ടുപോയി. ചെറിയമ്പേരും മുള്ളംകൊല്ലി മഹാരാജാവും കൂടി അടിച്ചാലേ ആര് ജയിക്കും? നീ പറ. എന്താ ഗോപിനാഥൻ നമ്പ്യാര് മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാ? ഈ മീൻ ഇവിടെ വിൽക്കേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ഇനിയിപ്പോ പുതുശ്ശേരി ചെറിയമ്പേര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും കേട്ടോ. പക്ഷെ വേലായുധനെ തല്ലി തോപ്പിക്കണം. വേലായുധനെ ആരെങ്കിലും തല്ലി തോപ്പിച്ചാൽ മതി, പ്രശ്നം തീർന്നു. നമ്പ്യാരെ ഒന്നും മുട്ടി നോക്കിയാലോ. നമ്മൾ രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുള്ളംകൊല്ലിയിലെ ദേശീയ പ്രശ്നമാണ്. വാ നമ്പ്യാരെ, ഇതൊക്കെ ഒരു രസമല്ലേ? ഒന്നും മുട്ടി നോക്കാന്നേ. നമ്പ്യാർ കളിച്ച് രസിക്കുന്ന പ്രായം വിട്ടുപോയടോ. നീ കളിക്ക്, ഞാൻ കണ്ട് രസിക്കുന്നുണ്ട്. ഓ